ഒരു അന്യായ തെലുഗു ത്രില്ലർ സിനിമ പരിചയപ്പെടുത്താം. ആരംഭം. അജയ് നാഗ് സംവിധാനം ചെയ്ത് മോഹൻ ഭഗത്, സുപ്രീത സത്യനാരായണൻ, ഭൂഷൺ കല്യാൺ തുടങ്ങിയവർ അഭിനയിച്ച ഈ തെലുങ്ക് ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മിഗേൽ എന്ന ജയിൽ പുള്ളിയുടെ കഥയാണിത്. ശിക്ഷയ്ക്ക് തലേ ദിവസം പുള്ളിയെ ജയിലിൽ നിന്നും കാണാതാകുന്നു. കൂട്ട് തകർത്തിട്ടില്ല, ഭിത്തി തുറന്നിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഇയാൾ അപ്രത്യക്ഷനായത്? ഇത് അന്വേഷിക്കാനായിട്ട് 2 ഡിറ്റക്റ്റീവുകൾ വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. അതങ്ങനെ വെറും സംഭവമല്ല കേട്ടോ, നല്ല കിളി പറത്തുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കുണ്ടായ വിഷമം ഇതുപോലൊരു മലയാളം പടം എന്നു വരും എന്നുള്ളതാണ്. ഇപ്പൊ പെൻഡുലം വന്നു, പക്ഷെ അതത്ര പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. മേക്കിംഗ് കുറച്ചുകൂടി ഗംഭീരമാക്കാമായിരുന്നു. ഇത് ചുമ്മാ നല്ലൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ പടമാണ് എന്നതിനൊപ്പം തന്നെ ഇമോഷണലി വല്ലാതെ കണക്ട് ആക്കുന്നു എന്നുള്ളതും പടത്തിന്റെ വലിയ പ്ലസ് പോയിന്റ് തന്നെയാണ്. നമ്മൾ ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ പോകുന്ന ചില വിലയേറിയ നിമിഷങ്ങൾ, അതിന്റെ വില എത്രമാത്രം വലുതാണെന്നുള്ളത് പടം ഭംഗിയായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഇതിലെ മിക്കേലും ലീലാമയും തമ്മിലുള്ള ബന്ധം അതിമനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പെർഫോമൻസുകളെല്ലാം മികച്ചതാണ്. ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ലാത്ത പുതുമുഖ താരങ്ങളാണെന്ന് തോന്നുന്നു പടത്തിൽ ഏകദേശം മുഴുവനുള്ള ആൾക്കാരും. നായകൻ മിക്കേലായിട്ട് വന്ന മോഹൻ ഭഗത്, അതുപോലെ പ്രൊഫസർ റാവു ആയിട്ട് വന്ന ഭൂഷൺ കല്യാൺ, ശാരദയായിട്ട് വന്ന സുപ്രീത, ലീലാമായിട്ട് വന്ന സുരഭി പ്രഭാവതി, പിന്നെ 2 ഡിറ്റക്റ്റീവുകൾ, ഗണേശ, എല്ലാവരും കിടിലൻ പെർഫോമൻസ് തന്നെയായിരുന്നു. ദേവ്ദീപ് ഗാന്ധിയാണ് പടത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ മ്യൂസിക് സംജിത് ഏരമിലിയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ആ ഒരു ടെൻഷൻ ബിൽഡിങ്ങിന് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ല ആപ്റ്റ് ആയിരുന്നു. അനുഷ് എ ഷെട്ടി എഴുതിയ ഒരു കന്നഡ നോവലിനെ ആസ്പദമാക്കിയാണ് ഇതിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. പടത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ, സൗണ്ട് ഡിസൈൻ ഒക്കെ മികച്ചു തന്നെയായിട്ടാണ് തോന്നിയത്. തെലുങ്കിൽ നിന്നും വൻ താരങ്ങളെ വെച്ചിട്ട് കുറെ കാലമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ രാമായണങ്ങളും മഹാഭാരതങ്ങളും, ഈ 2 കഥകളാണല്ലോ പാൻ ഇന്ത്യൻ പടമായിട്ട് മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ അവിടുത്തെ ചില വമ്പൻ കുടുംബങ്ങളിൽ നിന്നും മാത്രം കേന്ദ്രീകരിച്ചു വരുന്ന കുറച്ച് കത്തിപ്പടങ്ങൾ. ഇത് മാത്രമല്ല, തെലുങ്ക് സിനിമകൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു മികച്ച പടങ്ങൾ ഉണ്ടാകാറുണ്ട് തെലുങ്കിൽ എന്നുള്ളത് പലരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ വമ്പൻ ബിലോ ആവറേജ് സിനിമകൾക്ക് ലഭിക്കുന്ന പ്രമോഷനും ഷൗട്ട് ഔട്ടും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നല്ല മികച്ച സിനിമകളും അർഹിക്കുന്നുണ്ട്. പക്ഷെ ലഭിക്കുക സാധ്യമല്ല. സത്യത്തിൽ ഇതൊക്കെ ആയിരിക്കും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അണ്ടർ റേറ്റഡ് ആയിട്ടും അതുപോലെ മികച്ച തെലുങ്ക് സിനിമകൾ എന്ന രീതിയിൽ അടയാളപ്പെടുത്തുകയും ചെയ്യാനൊക്കെ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാം. എന്തായാലും കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പടത്തിന്റെ തമിഴ് ഡബിംഗ് വേർഷൻ അവൈലബിൾ ആണ്. സിനിമ ആമസോൺ പ്രൈമിലും ആഹാ പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായ നല്ലൊരു മികച്ച സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മിക്കവർക്കും പടം വർക്കാകും, ഇഷ്ടമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി പറയുമല്ലോ. അപ്പൊ ശരി എന്നാ.